നമസ്കാരം. കേരളത്തിൽ ഉപതെരഞ്ഞെടുപ്പ് ചൂടുപിടിക്കുമ്പോൾ ഏറ്റവും ചർച്ചയായ വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ചപ്പോൾ ഇന്ന് ഏറ്റവും വലിയ ഒരു അപ്രതീക്ഷിതമായ നീക്കമുണ്ടായിരിക്കുന്നത് ഇടതുപക്ഷത്ത് തന്നെയാണ്. ഇന്നലെ വരെ CH കുഞ്ഞമ്പുവാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരണം നടന്നപ്പോൾ ഇന്ന് വളരെ ആകസ്മികമായിട്ടാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി മാറിമറിയുന്നത്. നിലവിൽ മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിയായിട്ടുള്ള ശങ്കർ റൈ മാസ്റ്റർ നാഷണൽ ന്യൂസിനോട് ആദ്യമായി പങ്കുവയ്ക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക്. എങ്ങനെയാണ് മണ്ഡലത്തിൽ ഇപ്പോഴത്തെ വിജയ സാധ്യതയെക്കുറിച്ച് എന്താണ് പറയാൻ? മണ്ഡലത്തിൽ നമ്മൾ ഇന്ന് ഇപ്പോൾ രാവിലെ തന്നെ പ്രചരണം തുടങ്ങിയപ്പോൾ എല്ലായിടത്തും നല്ല രീതിയിലുള്ള ഒരു പ്രതികരണമാണ് ഉള്ളത്. ഓരോ സ്ഥലത്തും എത്തുമ്പോഴും അവരെ വീടിൻ്റെ ഒരു കുടുംബാംഗത്തെ സ്വീകരിച്ചതുപോലെയാണ് നമ്മളെ സ്വീകരിക്കും. നമ്മൾ അല്ലാത്തവരെടുത്ത് പോയപ്പോൾ ഈ മണ്ണിൻ്റെ ഒരുത്തൻ ആ സ്ഥാനത്ത് വരണം, അല്ലാത്ത പുറമേലത്തോന് വേണ്ട എന്നുള്ള വർത്താനമാണ് മൊത്തം കേൾക്കുന്നത്. ഓക്കെ, ഈ തിരഞ്ഞെടുപ്പിൽ അതായത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായി പ്രചരണത്തിന് ഇറങ്ങുന്ന സമയത്ത് പ്രചരണത്തിൽ ഏറ്റവും മുഖ്യമായിട്ടും എന്ത് തന്ത്രമായിരിക്കും ഇടതുപക്ഷം ഉപയോഗിക്കുക? പ്രചരണത്തിൻ്റെ ആദ്യത്തെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞത് 2006 പുനരാവർത്തിക്കും. ഇപ്പോൾ 2006 പുനരാവർത്തിക്കും എന്ന് പറയുമ്പോൾ അന്ന് MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട CH കുഞ്ഞമ്പ് ഇവിടെ തുടങ്ങി വെച്ച ഏതൊക്കെ പ്രവർത്തനങ്ങളുണ്ടോ അത് സ്തംഭിച്ച് കിടക്കുന്ന ആ പ്രവർത്തനങ്ങളെല്ലാം കൂടുതൽ ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകും. ഇടതുപക്ഷ സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾ ഒരുപടി കൂടി ഉയർത്തി അതിനെ നല്ല നിലയിൽ നടപ്പിലാക്കും എന്നാണ് പറയുന്നത്. മഞ്ചേശ്വരത്ത് നിന്നുള്ള ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ മഞ്ചേശ്വരം ഒരു പക്ഷേ വിജയിച്ച് MLA ആയിക്കഴിഞ്ഞാൽ ഈ മണ്ഡലത്തിന് വേണ്ടി എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഈ മണ്ഡലത്തിൽ പല പ്രവർത്തനങ്ങളും ഉണ്ട്. ഇപ്പോൾ നമുക്ക് എന്തെല്ലാം ആവശ്യങ്ങളാണെന്നുള്ളത് നമ്മുടെ പ്രചരണ പരിപാടിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് ജനങ്ങളുടെ ആശയത്തിനൊത്ത് ഈ മണ്ണിൽ എന്തൊക്കെ ആവശ്യമാണ് അത് അതേപടി 1 by 1 ആയിട്ട് നടപ്പിലാക്കാം, നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് കഴിഞ്ഞ ഇലക്ഷൻ 2016 നിയമസഭാ ഇലക്ഷനിൽ കേവലം ചെറിയ വോട്ടുകൾക്കാണ് ഇവിടെ മുസ്ലിം ലീഗ് ജയിച്ചു കയറിയത്, UDF ജയിച്ചു കയറിയത്. 85 വോട്ടുകൾക്കാണ് കഴിഞ്ഞ തവണ 89 വോട്ടുകൾക്കാണ് BJP പരാജയപ്പെട്ടത്. പക്ഷേ അതിനുശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFൻ്റെ ഭാഗമായിട്ട് അവർ പറയുന്നത് അവരുടെ വോട്ട് വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ്. അത്തരമൊരു സാഹചര്യത്തിൽ 3ാം സ്ഥാനത്ത് നിൽക്കുന്ന ഇടതുപക്ഷത്തിന് 1ാം സ്ഥാനത്തേക്ക് എത്താനുള്ള എന്ത് രാഷ്ട്രീയ അനുകൂലമായ സാഹചര്യമാണ് മണ്ഡലത്തിലുള്ളത്? ഇപ്പോൾ നിങ്ങളൊക്കെ പറയുന്നത് LDF 3ാം സ്ഥാനത്തെന്നാണ്. നിങ്ങൾ പൊളിറ്റിക്കലായിട്ടുള്ള ഈ കണക്കുകൾ കൂട്ടുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. പൊളിറ്റിക്സിൽ 2-2 4 ചിലപ്പോൾ 2-2 1 ആവും, ചിലപ്പോൾ 2-2 8 ആവും. 3ാം സ്ഥാനത്തുള്ള നമ്മൾ എങ്ങനെയാണ് 1ാം സ്ഥാനത്തിൽ കയറുന്നതെന്ന് പറഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സ് പഠിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ മണ്ണിൻ്റെ ഇവിടെ ഉള്ള ഒരാൾ തിരഞ്ഞെടുത്ത് വരണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മഞ്ചേശ്വരത്തിൻ്റെ ആൾ മഞ്ചേശ്വരത്തെ പ്രതിനിധിയാവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ മനസ്സുകൾ നമ്മളെ തുണക്കും എന്നും അവർ നമ്മളെ സഹായിക്കുമെന്നുള്ള 100% ഉറപ്പാണ് നമുക്കുള്ളത്. അത്തരത്തിലുള്ള ഒരു ശുഭപ്രതീക്ഷ ശരിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ UDF മുന്നോട്ട് വെക്കുന്ന ഒരു പ്രസ്താവന സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കുമെന്നാണ് UDFൻ്റെ ആരോപണം. അത്തരമൊരു സാഹചര്യത്തിൽ പ്രളയം അതുപോലുള്ള ഒരുപാട് ദുരന്തങ്ങൾ അഭിമുഖീകരിച്ചൊരു സർക്കാരാണ് നിലവിലുള്ളത്. സർക്കാരിൻ്റെ ഈ പ്രളയത്തെ അടക്കം പ്രതിരോധിച്ച ഈ ഒരു സർക്കാരിൻ്റെ നേട്ടങ്ങൾ തീർച്ചയായിട്ടും മണ്ഡലത്തിൽ അനുകൂല സാഹചര്യമാകും. കേരള സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായി ചർച്ചയാവും. ഒരു വികസനവും നടക്കുന്നില്ല എന്നാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. വികസനം നടന്നതിനെക്കുറിച്ച് ഉയർത്തി കാണിക്കാൻ നമുക്ക് കഴിയും. ഇവിടെ വികസനം നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ ഇടീ ലോകം തന്നെ ഒരു ജില്ല ഒഴികെ ബാക്കി എല്ലാ ജില്ലകളും വെള്ളപ്പൊക്കത്തിൽ മുങ്ങി എല്ലാം നശിച്ചപ്പോൾ
അതിനെയെല്ലാം ഈ ജനങ്ങളുടെ സഹായത്തോടു കൂടി ആണ് പിണറായി സർക്കാർ നേരിട്ടതും അവർക്ക് പുനരുദ്ധരിപ്പിച്ചതും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുത്തതും. ജനങ്ങൾ പിണറായിയോടൊപ്പം ഇല്ല എങ്കിൽ എങ്ങനെ നേരിടുമെന്ന് പറയാനത്തെ. അപ്പോൾ എല്ലാ ജനങ്ങളും സഹായിച്ചിട്ടുണ്ട്. ആ ജനങ്ങൾക്ക് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും കൈയും മെയ്യും മറന്ന് പിണറായി സർക്കാർ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഏതെങ്കിലും ഒന്ന് രണ്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അറിവിൽപ്പെട്ട ഒന്ന് ചെയ്തു കൊടുക്കും. അതിന് പുറമെ നമ്മൾ വിദ്യാഭ്യാസ രംഗത്തുമായി വന്ന മാറ്റങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ വിദ്യാഭ്യാസം ഒരു ഇത് ആലയ പോലെ ഉണ്ടായ സ്കൂളുകളെ ഹൈടെക് സ്കൂളുകളാക്കി കോടിക്കണക്കിന് രൂപ സ്കൂളുകൾക്ക് കൊടുത്തു. ഇന്ന് സർക്കാർ സ്കൂളിലേക്ക് വരാത്ത കുട്ടി, പ്രൈവറ്റ് സ്കൂളിൻ്റെ ചന്തം കണ്ടിട്ട് അങ്ങോട്ട് പോകുന്ന കുട്ടി ഇന്ന് ഗവൺമെൻറ് സ്കൂളിൻ്റെ ചന്തം കണ്ടിട്ട് പ്രൈവറ്റ് സ്കൂളിനെ വിട്ട് ഇങ്ങോട്ട് വരാൻ തുടങ്ങി. അതും ഒരു പ്രധാനമായ നേട്ടം തന്നെയാണ്. നിപ്പ വൈറസ് കോഴിക്കോട് ജില്ലയിൽ ബാധിച്ചപ്പോൾ അത് അപ്പുറം ഇപ്പുറം കിടക്കാത്ത പോലെ ഈ ഹോസ്പിറ്റലിൽ ഈ ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ പ്രവർത്തകരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അതിനെ നല്ല രീതിയിൽ പ്രതിരോധിച്ചത് നമ്മൾ ശൈലജ ടീച്ചറുടെ നേതൃത്വത്തിൽ പിണറായി സർക്കാരാണ്. ഇതൊക്കെയാണ് നേട്ടം. നേട്ടമെന്ന് പറയുന്നത് വെറുതെ ഇന്ന് ഒരു ലേശം 10 രൂപ കിട്ടുന്നത് മാത്രം നേട്ടം എന്നല്ല, നാടിൻ്റെ നന്മയാണ് നേട്ടം എന്ന് പറയുന്നത്. അതുമല്ലാതെ നമ്മൾ ഈ സാമൂഹിക പെൻഷനുകൾ നമ്മൾ സർക്കാർ അന്ന് കൊടുത്തിട്ടുണ്ട്. 600 രൂപയുള്ള പെൻഷൻ ഇന്ന് 1200 രൂപയാക്കി. അടുത്ത മാർച്ച് വരുന്നതോടുകൂടി അത് 1500 ആക്കാനുള്ള ഒരു പ്രവർത്തനത്തിലാണ് സർക്കാരുള്ളത്. അതെല്ലാം വലിയ കാര്യം. ഇതെല്ലാം മുമ്പത്തെ സർക്കാർ ഒന്നും കുറേ സമയത്തിൻ്റെ പെൻഷൻ ബാക്കി വെച്ചപ്പോൾ അത് ഈ സർക്കാർ നിലവിൽ വന്നപ്പോൾ അത് ഒന്നിച്ച് കൊണ്ടുപോയപ്പോൾ ചില വയസ്സന്മാരുടെ വയസ്സത്തിമാരുടെ ആ മുഖം നോക്കണമായിരുന്നു. എന്നെ വിളിച്ച് ഒരു പ്രായമുള്ള സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ചെയ്താൽ നിൻ്റെ സർക്കാർ ബാക്കിയാവുമോനെ. എന്തായി? എനിക്കും അയാൾക്ക് 32,000 കിട്ടി. ഇത് ഒരിക്കലും കിട്ടിയിട്ടില്ല വളയാല ജന്മം. ഇതൊക്കെയാണ് പിണറായി സർക്കാരിൻ്റെ നേട്ടം. ഇത് പ്രതിഫലിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കരുത്തുകൂടും. മഞ്ചേശ്വരം മണ്ഡലത്തിൽ ഒരു ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കും. അത് ഞാനോ പിന്നൊരുത്തനോ എന്നുള്ളതല്ല കണക്ക്. ഇടതുപക്ഷം മഞ്ചേശ്വരത്തിൽ വിജയിക്കുന്നതാണ് ഇവിടെ ശക്തം. മുഖ്യമായും കേരള സർക്കാരിൻ്റെ വികസനം തന്നെയായിരിക്കും മഞ്ചേശ്വരം മണ്ഡലത്തിൽ. ശരിയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മുന്നോട്ട് വെക്കുക. അതെ. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ മുതൽ തന്നെ ശങ്കർ റായ് എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ്റെ ബയോഡാറ്റയും ഇതിനകം തന്നെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തു തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനം താങ്കളൊരു അധ്യാപകനാണ്. അതുപോലെ യക്ഷകലയിൽ വളരെ 40 വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു കലാകാരനും കൂടിയാണ്. മറ്റ് ഭാഷ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ ഭാഷയിലടക്കം വലിയ രീതിയിലുള്ള ജ്ഞാനമുള്ള, പ്രത്യേകിച്ച് അറബി പോലുള്ള ഭാഷയിലടക്കം ജ്ഞാനമുള്ള ഒരു വ്യക്തിയും കൂടിയാണ്. ഈ ഒരു അവസരത്തിൽ ഒരുപക്ഷെ അത് തന്നെയായിരിക്കാം മഞ്ചേശ്വരം പോലുള്ള ന്യൂനപക്ഷ മേഖലയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ പാർട്ടിയുടെ പ്രഥമ പരിഗണനയിൽ ആ പേര് വരാനുള്ള കാരണവും. ഈ വിവിധ ഭാഷകളിലുള്ള ഈ ഒരു പാണ്ഡിത്യം ഈ ഇലക്ഷനിൽ താങ്കൾക്ക് ഏത് രീതിയിൽ അനുകൂലമാകുമെന്നാണ് താങ്കൾക്ക് തോന്നിയത്? അത് നേരത്തെ തന്നെ തെളിയിക്കപ്പെട്ടതാണ്. ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും എല്ലാ പരിപാടികളിലേക്കും ഞങ്ങൾ ക്ഷണിക്കും. ഒരു ഇസ്ലാമിൻ്റെ പള്ളി ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിക്കും. അങ്ങനെ ക്ഷണിക്കുമ്പോൾ അവർ എന്നിൽ എന്ത് കാണും? അവരെ കുടുംബത്തിൻ്റെ ഒരു അംഗത്തെ പോലെ കാണും. അങ്ങനെ എൻ്റെ ഇസ്ലാം സഹോദരങ്ങളെ കണ്ടപ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടേ ഞാൻ തുടങ്ങും. അവരെടുത്ത് നമ്മുടെ നാട്ടിലെ മലയാളത്തിൽ പറഞ്ഞു, ഞാനിങ്ങനെ മത്സരിക്കുന്നുണ്ട്, എന്നെ നിങ്ങൾ വോട്ട് തന്ന് വിജയിപ്പിക്കണം എന്നവരോട് അഭ്യർത്ഥിക്കും. എൻ്റെ ಕನ್ನಡ ಸುಹೃತ್ತುಗಳು വന്നാൽ ಅವರೋಡ ನಮಸ್ತೆ, ಈ ಚುನಾವಣೆಯಲ್ಲಿ ನಾನು ಸ್ಪರ್ಧಿಸ್ತಾ ಇದ್ದೇನೆ, ನಿಮ್ಮೆಲ್ಲರ ಮತಗಳನ್ನು ನನಗೆ ಕೊಡುವುದರ ಜೊತೆಯಲ್ಲಿ ನಿಮ್ಮವರ ಮತಗಳನ್ನು ಕೂಡ ಕೊಡುವಂತೆ ತಾವು ಪ್ರೋತ್ಸಾಹಿಸಬೇಕು എന്ന് അവരെടുത്ത് പറയും. എൻ്റെ ഒരു തുളു ഭാഷയുടെ ഒരു സുഹൃത്ത് കിട്ടുകയാണ്, ನಮಸ್ಕಾರ, ನಾನು ಓಟು ಕುಂತದೆ, ನೀಕಲನ ಓಟನ್ನು ಮಾತ ಕೊರ್ಪನೆ ತೊಟ್ಟಿಗೆ ನೀಕಲನ ಬಂಧುಲನ ಓಟುള്ള കൊറുപ്പാത് ഗെൽപ്പാത് കൊറുകു ഞാനത്ത് ഗെൽപ്പുണ് നീക്കൽ ഗെൽപ്പുണ് എന്ന് പറഞ്ഞ് അതാത് സ്ഥലത്തേക്ക് വേണ്ട ഭാഷയിൽ സംസാരിക്കാം. അറബിയിൽ ഒരു ചെറിയ പ്രാവീണ്യതയേ ഉള്ളൂ. അതിങ്ങനെ സംസാരിക്കാൻ പറ്റുന്നല്ല. തൽക്കാലം വന്ന സ്ഥലത്ത് അങ്ങനെ അത് ഒരു അറബീൻ്റെ ഇടയിൽപ്പെട്ട ഇങ്ങോട്ട് വരാൻ കഴിയുന്ന അത്രയേ ഉള്ളൂ. എങ്ങനെയായിരുന്നു രാഷ്ട്രീയ രംഗത്തേക്കുള്ള താങ്കളുടെ പ്രവേശനം? രാഷ്ട്രീയ രംഗത്തേക്ക് നമ്മളെ കുടുംബം തന്നെ രാഷ്ട്രീയ കുടുംബമാണ്. അച്ഛൻ LC മെമ്പറാണ്. മറ്റേ അങ്ങനെ LC ബ്രാഞ്ചിലുള്ള അച്ഛൻ നന്നായിട്ട് പ്രവർത്തിക്കും. അച്ഛൻ ഒരു ഈ പാർട്ടിക്ക് പുറമേയുള്ളൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഒരു നാട്യവൈദ്യനാണ്, നാടൻ വൈദ്യനാണ്. അപ്പോൾ എല്ലാ ആൾക്കാരും വരും. ഈ വൈദ്യന് വന്നവരോടും വീട്ടിലെ കാര്യം വന്നവരോട് രാഷ്ട്രീയം കലർത്തിയേ എൻ്റെ അച്ഛൻ സംസാരിക്കും. അപ്പോൾ നമുക്കെല്ലാം അതൊരു ഇതായി. പിന്നെ ഒരു 18 വയസ്സ് കഴിഞ്ഞിട്ട് ഞാൻ സ്കൂൾ പഠിത്തമെല്ലാം കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മുടെ നാട്ടിലൊരു സാമൂഹ്യ പ്രവർത്തനം നടന്ന വൈ അനന്തം മാസ്റ്റർ എന്ന് പറയുന്ന എൻ്റെ ഗുരുനാഥനുണ്ട്. എനിക്ക് ആദ്യ അക്ഷരം പഠിപ്പിച്ച ആൾ അദ്ദേഹമാണ് ഈ രാഷ്ട്രീയ രംഗത്തേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ കൂട്ടിയിട്ട് നമ്മളെ കൊണ്ടുവന്നത്. പിന്നീട് എന്നെ അതിൽ ഉയർത്തിയ BK മാഷുണ്ട്, KS ഉണ്ട്, കുമാരേട്ടനുണ്ട്, ഇവരെല്ലാം
ഗുരുതുല്യരാണ്. ഗുരുതുല്യരായിട്ടുള്ള ആളുകളാണ്. മാഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നീണ്ട അധ്യാപന വൃത്തിയുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. അത്തരത്തിലുള്ള ആ വിദ്യാർത്ഥി സമൂഹവുമായിട്ടുള്ള ഇടപെടൽ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അനുകൂലമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവും. ഞാൻ ചേർന്നപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച കുട്ടി ഇന്ന് എന്നെ എവിടെ കണ്ടാൽ ഞങ്ങളെ മാഷ് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്, എൻ്റെ അടുത്ത് വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അത് ബാഡൂറിൽ എത്തിക്കഴിഞ്ഞാൽ പിള്ളേർ ഓടിക്കൊണ്ട് വരും, മാഷെ സ്കൂൾക്ക് വരണമെന്ന് പറയും. പിന്നെ പോവും, പാട്ട് പാടി കഥ പറഞ്ഞ് പിള്ളേരെ രസിപ്പിച്ച് വരും. അതെല്ലാം നമുക്ക് ഈ ഇതിൽ ഗുണം ചെയ്യും. ആ കുട്ടി വീട്ടിൽ പോയിട്ട് പറയും. അനുകൂലമായിട്ടുള്ള ഒരു വിജയം തന്നെയായിരിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ പ്രഖ്യാപനം വന്നപ്പോൾ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നപ്പോൾ എന്തായിരുന്നു മനസ്സിൽ തോന്നിയിരുന്ന വികാരം? ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രതീക്ഷിച്ചിട്ട് തന്നെ നിന്നതാണോ? അല്ല, പ്രതീക്ഷിച്ചിട്ട് നിൽക്കുന്നതല്ല. അങ്ങനെ ഒരു പ്രതീക്ഷ ഈ പ്രസ്ഥാനത്തിലില്ല. പാർട്ടി തീരുമാനിച്ച് കൊടുക്കുന്നവൻ മത്സരിക്കും. ഞാൻ മത്സരിക്കണം എന്നുള്ള അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്ന പ്രതീക്ഷയിലാണ് ഇന്നത്. തെരഞ്ഞെടുപ്പിൽ 6 മണ്ഡലങ്ങളും നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനമായ സാഹചര്യത്തിലാണ് മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഈ ഒരു തിരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ ചൂടുപിടിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ഇന്നലെ അടക്കം CH കുഞ്ഞമ്പ് എന്ന രീതിയിൽ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ പ്രചരണം നടന്നിരുന്നു. എന്നാൽ ഇന്ന് വളരെ ആകസ്മികമായിട്ടാണ് മാഷിൻ്റെ പേര് സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഇടം പിടിക്കുന്നത്. ഈ അവസരത്തിൽ എന്താണ് പറയാനുള്ളത്? ഇന്നലെ വരെ CH കുഞ്ഞമ്പിൻ്റെ പേര് എന്ന് നിങ്ങൾ പറഞ്ഞത് അത് മാധ്യമങ്ങളുടെ ഒരു സൃഷ്ടിയാണ്. പാർട്ടി അങ്ങനെ ഒരാളെയും കണ്ടിട്ടില്ല. പാർട്ടി 3 ആളെ തിരഞ്ഞെടുത്തു, 3 ആളെ ലിസ്റ്റ് സ്റ്റേറ്റ് കമ്മിറ്റി അയച്ചു. സ്റ്റേറ്റ് കമ്മിറ്റിയാണ് ഇന്ന് രാവിലെ 11 മണിക്ക് പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടേ ഇല്ല. മാധ്യമങ്ങൾ തമ്മിൽ ഊഹിച്ച് എടുത്തതാണ്. ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കണം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്ത. കാരണം മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരത്തിന് പുറത്തുള്ള ഒരു സ്ഥാനാർത്ഥി വരുന്നു എന്നറിഞ്ഞത് മുതൽ വലിയ രീതിയിലുള്ള ചില പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ നടക്കുകയാണ്. ആ ഒരു സാഹചര്യം ഇടതുപക്ഷത്തിന് അനുകൂല സാഹചര്യമായിരിക്കും. ആ ഒരു സാഹചര്യമൊന്നല്ല, മൊത്തത്തിലൊരു ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമാണുള്ളത്. അതും അതിലൊരു ഭാഗമാണ്. അതും അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. കാസർഗോഡിനെ സംബന്ധിച്ച് ഉയരുന്ന വളരെ വലിയ ജനകീയ ഒരു പ്രതിഷേധമാണ് വികസനം എന്ന് പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് ഭരിച്ച ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം മണ്ഡലം. അത്തരമൊരു സാഹചര്യത്തിൽ കഴിഞ്ഞ കാലങ്ങളിലുള്ള മുസ്ലിം ലീഗ് ഭരണം ഈ മണ്ഡലത്തിൽ നടത്തിയ വികസന നേട്ടങ്ങൾ അല്ലെങ്കിൽ വികസനമില്ലായ്മ ഈ സംഭവം നമ്മൾ ചർച്ചയാക്കി നമ്മുടെ പ്രചരണത്തിൽ കൊണ്ടുവരുമെന്ന് തന്നെയാണോ നിങ്ങളുടെ വിശ്വാസം? ചർച്ചയാക്കും. പക്ഷേ ഒരു കാര്യം നമ്മൾ ആലോചിക്കും. കഴിഞ്ഞ 1 വർഷത്തോളം ആയി മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ഒരു MLA ഇല്ല. ആ MLA ഇല്ല എന്നുള്ളത് പിണറായി ഭരിക്കുന്നത് കൊണ്ട് ഈ മണ്ഡലക്കാർക്ക് അറിഞ്ഞിട്ടില്ല. എത്ര വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ വന്നതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതൊക്കെയാണ് നമ്മുടെ നേട്ടം. ഇവിടെ MLA ഇല്ല എന്ന് പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളെ പിണറായി സർക്കാർ മറന്നിട്ടില്ല. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളും പിണറായി സർക്കാരിനെ മറക്കൂല. പിണറായി സർക്കാരിനെ മറന്നിട്ടില്ല എന്ന് തെളിയിക്കണമെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വിജയിക്കണം. മഞ്ചേശ്വരത്തെ വോട്ടർമാരോട് എന്താണ് പറയാനുള്ളത്? വോട്ടർമാരോട് ഇതുവരെ നിങ്ങൾക്ക് ഒരു കൊല്ലത്തുനിന്ന് മുകളിൽ MLA ഇല്ലാതെ ഇവിടുത്തെ വികസനങ്ങളെല്ലാം ആകെ മുരടിച്ച് കിടക്കുകയാണ്. ഇതിന് കാരണം ഞാൻ പ്രാവശ്യം പറയില്ല, ഇതിന് കാരണം ആര് എന്ന് നിങ്ങൾ ചിന്തിക്കുക. അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ വോട്ട് എനിക്ക് തന്നാൽ ഇവിടെ ഒരു MLA ഉണ്ട് എന്നത് ഞാൻ തെളിയിച്ചു കൊടുക്കും. നിങ്ങളെ മനസ്സിൽ എന്താണുള്ളത് ആ പ്രവർത്തനം നടപ്പിലാക്കാൻ നിയമത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കും എന്ന് മാത്രമೇ പറയാൻ ಬಂದುಲ್ಲೆ. ಎಡರಂಗದ ಉಮೇದ್ವಾರೆಯಾದ ಈ ಕ್ಷೇತ್ರದ ನಾನು ಸ್ಪರ್ಧೆ ಮೇಲೆ ತಂದುಲ್ಲೆ. ನಿಖಲು ಮಾತೇರಲ್ಲ, ನಿಖಲು ನನ್ನ ಬೆಲೆ ಕಟ್ಟಾರ ಒಂದು ನಂಜನ ಪ್ರತಿಯೊಂದು ಓಟುಗಳನ್ನ ಎಂಕ ಕೊರಪನೆ ಜತೆಟ್ಟು ನಿಖಲಿನ ಬಂಧುಲೆಡೆಲ್ಲ ಪಂಡದ ಓಟನ್ನು ಕೊರಪಾದು ನಿಖಲಿನ ಪ್ರತಿನಿಧಿ ವಿಧಾನಸಭೆಟ್ಟು ಬರಪಿಲ್ಲ ಕಮಲ್ಪೋಡು ನಿಖಲನ ವಿನಂತಿ ಮಲ್ತೊಂದು. ಆತ್ಮೀಯರೇ, ಮಂಜೇಶ್ವರ ವಿಧಾನಸಭಾ ಕ್ಷೇತ್ರದಲ್ಲಿ ಎಡರಂಗದ ಉಮೇದ್ವಾರನಾಗಿ ನಾನು ಸ್ಪರ್ಧಿಸುತ್ತಾ ಇದ್ದೇನೆ. ನಿಮ್ಮೆಲ್ಲರ ಮತಗಳನ್ನು ನನಗೆ ನೀಡುವುದರ ಜತೆಯಲ್ಲಿ ನಿಮ್ಮವರ ಮತಗಳನ್ನು ಕೂಡ ನೀಡುವಂತೆ ಮಾಡಿ ನಿಮ್ಮ ಪ್ರತಿನಿಧಿಯನ್ನು ನೀವು ಆಯ್ಕೆ ಮಾಡಬೇಕಾಗಿ ನಿಮ್ಮಲ್ಲಿ വിനന്തിಸಿಕೊಳ್ತಾ ഇದ್ದೇನೆ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രതിനിധിയായി ഞാൻ ഇന്ന് ഈ മണ്ഡലത്തിൽ മത്സരിക്കുകയാണ്. നിങ്ങളേവരുടെയും വോട്ട് എൻ്റെ അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം നിങ്ങളെ ബന്ധുക്കളെയും അയൽവാസികളെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ ഒരു പ്രതിനിധി ഇത് നിയമസഭയിൽ വരുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. പൊളിറ്റിക്സിൽ 2-2-4 അല്ല, ചിലപ്പോൾ 2-2-1 ആവും. ചിലപ്പോൾ
ಅಸ್ಸಲಾಮು ಅಲೈക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ ಅವರೆടുത്ത് ನಮಸ್ತೆ, ಈ ಚುನಾವಣೆಯಲ್ಲಿ ನಾನು ಸ್ಪರ್ಧಿಸ್ತಾ ಇದ್ದೇನೆ. ನಿಮ್ಮೆಲ್ಲರ ಮತಗಳನ್ನು ನನಗೆ ಕೊಡುವುದರ ಜೊತೆ ನಮಸ್ಕಾರ, ಯಾನು ಓಟು ಗುಂತದೆ ನಿಖಲನ ಓಟನ್ನು ಮಾತ ಕೊರ್ಪಣೆ ದೊಟ್ಟಿಗೆ ನಿಖಲನ ಬಂಧುಲನ ಓಟನ್ನು ಕೊರ್ಪಾದ ಗೆಲ್ಪಾದ